നമ്മോടൊരു കളിക്കാൻ ആരുമില്ല. നമുക്ക് പൊഞ്ചേച്ചിയെ വിളിച്ചാലോ? ഇവക്ക് എന്ത് പറ്റി? നമുക്ക് അങ്ങോട്ട് പോകാം. എന്താ പൊഞ്ചേച്ചി കളിക്കാൻ വരാത്തത്? അച്ഛൻ എല്ലാ ദിവസവും കുടിച്ചോണ്ട് വന്ന് അമ്മ എടുത്തിട്ട് അടിക്കും. എന്നെയാണെങ്കിൽ പഠിക്കാൻ സമ്മതിക്കില്ല. ഞാൻ വന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാന്ന്. ഞാൻ ഇറങ്ങി, ഞാൻ ഇപ്പം വരും. ഓ ശരി, എന്തായാലും നമുക്ക് ഇന്ന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ. ഓ രാവിലെ പല്ല് കഴിക്കാനും കുടിക്കാനും ഒന്നും സമ്മതിക്കില്ലല്ലോ. എല്ലായിടത്തും അയ്യപ്പം വേണം. വാർത്തവൻ വിളിക്കും ശല്യങ്ങൾ. ഞാൻ എത്തി. ഞാൻ എന്താ പറഞ്ഞോ? ഇല്ല, മദ്യനിരോധന സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയി ഈ UD അയ്യപ്പൻ ഉള്ളിടത്തോളം കാലം കേരളത്തിൽ ഒരു ബിവറേജസ് കോർപ്പറേഷൻ പോലും തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഇനി നമ്മുടെ നാട്ടിൽ ഒരു കുടുംബവും കുടിയന്മാർ കാരണം വഴിയാധാരമാവാൻ പാടില്ല. ഇല്ല 5 അല്ല 10 അല്ല, ഇനി ഒരു മാസം വേണമെങ്കിലും നിരാഹാരം കിടന്നിട്ട് വേണമെങ്കിലും ഞാൻ ഇവിടുത്തെ കംപ്ലീറ്റ് മദ്യശാലകളും പൂട്ടിക്കും. കുടിയന്മാർ നമ്മളെ നാട്ടിൽ ഇനി വേണ്ട. ശരി, ഞാൻ പറഞ്ഞു. ഞാൻ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾ എല്ലാം സെറ്റ് ചെയ്യും. ഞാൻ ഇപ്പൊ എത്തി. ഇറങ്ങി വണ്ടി കയറി പറഞ്ഞു. ശരി. അയ്യോ ചെരുപ്പ് കൊടുത്തില്ലല്ലേ. നല്ലൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കയറാനുള്ളതല്ലേ. ചെരുപ്പ് എന്റെ സമയമോടായല്ലോ. നിങ്ങളുടെ ചെരുപ്പ് കുടുംബം നോക്കാൻ നാടെന്നൊക്കെ ഇറങ്ങിക്കോളും. സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിലെത്തിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തൊരു ഭാര്യ ചെരുപ്പ് ഭർത്താവ്. എന്താണ് അവിടെ എല്ലാരും കൂടെ? എന്തൊരു പരിപാടി? ഇന്ന് കളിയൊന്നുമില്ലേ? മാമൻ സമയല്ല, മാമന് കുറച്ച് ജോലി തിരക്കുണ്ട്. എല്ലാരും വിഷമിച്ചിരിക്കണേ? അത് പിന്നെ മാമ പൊന്നീരെ അച്ഛൻ കുടിച്ചോണ്ട് വന്ന അമ്മയെ ഇവളെ അടിക്കും. മാമ പൊഞ്ചേച്ചിയുടെ അച്ഛൻ്റെ അടുത്ത് പറയോ നീ കുടിക്കല്ലേ എന്ന്? മദ്യവിരുദ്ധ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയ എന്റെ വീട്ടിന്റെ അടുത്ത് അതിക്രമം. കുഴപ്പമില്ല, മക്കൾ ധൈര്യമായിട്ട് പോയി കളി. മാമ ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും. മോളെ അച്ഛന്റെ അടുത്ത് ഇന്ന് തന്നെ മാമ സംസാരിക്കും. എല്ലാത്തിനും ഇന്നത്തോടൊരു പരിഹാരം ഉണ്ടാകും കേട്ടോ. ധൈര്യമായിട്ട് പോയി കളിച്ചോ. കേരള നാട്ടിലെ കുടിയന്മാർ കുടിച്ചു ഞങ്ങൾ കുത്തേടിയിടും. കേരള നാട്ടിലെ കുടിയന്മാർ കുടിച്ചു ഞങ്ങൾ കൊറോണ എന്നൊരു വൈറസിനെ തുരത്തും. കേരള നാട്ടിൽ കൊറോണ എന്നൊരു വൈറസിന് കുടിയന്മാർക്കില്ല. കേരള നാട്ടിൽ കുടിയന്മാർക്ക് കൊറോണ എന്നൊരു വൈറസ് ഇല്ല. കുടിയന്മാരെ സലാം, കുടിയന്മാരെ സലാം. ആപ്പും കോടാലിയും ഒരു സാധനം എടുക്കാൻ എന്തിനൊക്കെ പാട് വന്നു നമ്മുടെ കേരള നാട്ടില്. കള്ളേ എന്റെ സൂപ്പർ തേക്ക് മരം പിടിയത്തിനില്ലല്ലോ ഇത്. എന്തൊരു വണ്ണം. ഒറ്റടിക്ക് 10 പീസും കിട്ടും. തലമുതേ ഇവിടെ മനുഷ്യന് കൊറോണ കാരണം ഒരു സാധനം കൊണ്ട് ഒളിപ്പിച്ച് വെക്കാനും പാടില്ലല്ലോ. ഇവിടെ കൊണ്ട് ചില പോലെ തറന്നൊരെടുത്തുണ്ടോ അതിലെടുത്തവന്റെ കളി. ഈ ചായ വരിക്കാനൂടാ. ചായ വെക്കുന്നിടത്തുനിന്ന് സാധനം ആരും എടുത്തുണ്ടു പോവില്ല. കണ്ണും പിടിക്കണില്ല. ആരത്? ഓ ഉടായപ്പൻ. ഓ സോറി ഉടി അയ്യപ്പൻ. നീ സൂക്ഷിച്ചു സംസാരിക്കാൻ. മദ്യവിരുദ്ധ സമിതിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അതിന്റെ മുന്നിൽ നിൽക്കുന്നത് കേട്ടാ. നിന്നെപ്പറ്റി കുറച്ച് പരാതി എനിക്ക്. നീ മദ്യപിച്ച് വീട്ടിൽ ചെന്ന് ഭാര്യയും കുട്ടിയെ എടുത്തിട്ട് അടിച്ചു. അതുകൊണ്ട് നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതിനാണ് ഞാൻ നിന്നെ അന്വേഷിച്ചത്. നിന്റെ കൈ മാമനെ എന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു നിർത്തിക്ക. എന്തിന്? കുടി നിർത്തിക്ക. ഷാജി മാമന്റെ അടുത്താ? ഷാജി മാമ ഇടുപ്പിലൊരു കത്തിയും കൊണ്ടാ നടക്കുന്നത്.
അയ്യപ്പ മാമനെ കുത്തേറ്റാ ചെയ്യുണ്ട്. ഷാജിയെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. കൂടി അയ്യപ്പൻ, കൂടായപ്പൻ, ജില്ലാ സെക്രട്ടറി. എന്റെ അടുത്താണ് അവന്റെ കളി. എന്താടാ വീട്ടിൽ പോടാ. നിന്റോടെയൊക്കെ പറഞ്ഞിട്ടില്ലേടി ഇവളോടെ കളിക്കരുതെന്ന്. നിന്റെ തള്ള അവിടെ ഉണ്ടാടി. ഇന്ന് ചാജിയുടെ കൈ കൊണ്ടവള് ബസവനും ശരിക്ക് കൊടുക്കാൻ ഞാൻ കേട്ടാ. നമുക്കവിടെ നിന്നില്ലേ? അയ്യപ്പ മാമൻ മദ്യവിരുദ്ധ സമിതി ജില്ലാ സെക്രട്ടറി കൂടി അയ്യപ്പൻ. കൂടി അയ്യപ്പന്റെ അടുത്താണ് കളി. കൂടി അയ്യപ്പൻ ഷായേ എന്റെ കൂടി ഇന്ന് അയ്യപ്പനെ അറിഞ്ഞൂടാന്. അയ്യപ്പനടുത്ത് കളിച്ച അയ്യപ്പൻ കളി പഠിക്കും. കേരളത്തിലെ എല്ലാ മദ്യശാലകളും ഈ അയ്യപ്പൻ കണ്ണാടിയും കണ്ടിട്ട് എവിടെ സ്ഥലം മദ്യവിരുദ്ധ സമരം നിരാഹാരം കിടക്കണം. അയ്യ മാമനാ യാത് മാമനടാ നിന്റെ UD അയ്യപ്പൻ മദ്യവിരുദ്ധ സമിതി ജില്ലാ സെക്രട്ടറി. ഷാജി, ഞാൻ അങ്ങനെ അല്ലടെ ഉദ്ദേശിച്ചത്. നീ കുടിച്ചും കൊണ്ട് ബഹളം ഉണ്ടാക്കാൻ വീട്ടിൽ ചെന്ന് അവളെ അടുത്ത് അടിക്കുന്നു, ആ കുട്ടിയെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ മോശമല്ലേ കാണിക്കുന്നത്? ഒന്നാമത് മദ്യവിരുദ്ധ സമിതി ജില്ലാ സെക്രട്ടറിയുടെ വീടിന്റെ തൊട്ടടുത്ത്. എനിക്കും കൂടെ അതൊരു കുറച്ചിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. നീ കുടിച്ച് ബഹളം ഉണ്ടാക്കണമെങ്കിൽ നിനക്ക് എന്താണ് നേട്ടം? ഇതുകൊണ്ട് എനിക്ക് വല്ല ലാഭമുണ്ടോ? ഇപ്പനറിയാമോ, ഷാജി കുടിക്കണം എല്ലാരും പെണ്ണല്ലേ. അതുകൊണ്ട് ഇതിനകത്ത് തീയാണ് തീ. അതുകൊണ്ട് ഷാജി കുടിക്കണത്. കല്യാണം ആലോചിച്ച് കല്യാണ മണ്ഡപത്തിൽ കയറി നിക്കണേന് തൊട്ടു മുമ്പേ വന്ന ക്യാമറ വേന കണ്ട് എന്നെക്കാളും സുന്ദര എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങിപ്പോയി. അറിയാമോ, അവസാനം അവിടെ വെള്ളരിക്ക അരിയാൻ വന്നവളെയാണ് കെട്ടിക്കൊണ്ട് ഇപ്പൊ വീട്ടിട്ടത്. ഇപ്പൊ പോകുമ്പോ അവൾ എന്നെ എടുത്തിട്ടാ ചെയ്യണത്. കുടിക്കൂലേ? പിന്നെ കുടിക്കൂലേ? നിനക്ക് ഇത്രയും വിഷമമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. എനിക്ക് നിന്റെ വിഷമത്തിൽ പങ്കുചേർന്ന് എനിക്ക് കുടിക്കണം. നീ എടാ സാധനം ഇടറ, എനിക്ക് കുടിക്കണം. എന്ന് അനുഭവിക്കരുത്. നിനക്ക് എല്ലാരും സാധനം ഇതിനകത്തല്ലേ വെക്കണത്. ചായയുടെ റൂട്ട് അത് വേറെ. നിനക്കിപ്പോ കുടിക്കണം. പിന്നെ അടുത്തുള്ള കുടിക്കണം. നീ എനിക്ക് ഇവരുടെ സമയത്തിലെ സെക്രട്ടറിയാണ് ഞാൻ. അടുത്ത് പറഞ്ഞതല്ലേ. അതൊക്കെ നാട്ടുകാർ നാളെ അറിഞ്ഞോളും. എങ്ങനെ ഉണ്ട്? സമ്മതിച്ചു. കുടിയന്മാരെ സലാം. നമുക്ക് അടിച്ച് പൊളിക്കും. പാടിടും കേരള നാട്ടിലെ മറ്റേ നാളുണ്ട്. ഏത്? അത് വേണം, അതുണ്ടെങ്കിലേ പറ്റുള്ളൂ. കുടിച്ചു ഞങ്ങൾ പാടിടും കേരള നാട്ടിലെ കുടിയന്മാർ. കൊറോണ എന്നൊരു മഹാമാരിയെ കുടിച്ച് ഞങ്ങൾ തുരത്തി. കൊറോണ എന്നൊരു മഹാമാരിയെ കുടിച്ച് ഞങ്ങൾ തുരത്തിയിടും. കേരളത്തിലെ കുടിയന്മാർക്കൊന്നും കൊറോണ എന്നൊരു മഹാമാരി. കേരളത്തിലെ കുടിയന്മാർക്കൊന്നും കൊറോണ എന്നൊരു മഹാമാരിയില്ല. കുടിയന്മാരെ സലാം, കുടിയന്മാരെ സലാം, അയ്യപ്പ സലാം, അയ്യപ്പ അയ്യപ്പ. എന്റെ പേര് പോലും ഞാൻ മറന്നു. ജില്ലാ സെക്രട്ടറി സത്യാഗ്രഹം ഇരിക്കാൻ പോയ ഞാനാണ്. കുടി നിർത്താൻ സത്യാഗ്രഹം ഇരിക്കുമ്പോ രാത്രി ആകുമ്പോ അമ്മ ഓരോ കുപ്പിയും കൊണ്ട് വരുവണം. നീ സത്യാഗ്രഹിക്കണം. നമുക്ക് ഈ ആപ്പിനെ ഒന്ന് തുറന്നെടുക്കാൻ. ആപ്പല്ല, യാത് കോപ്പിനെ തുറക്കാണ് ഞാൻ സത്യാഗ്രഹിക്കണ്ട.
കുടിയന്മാര് പോയിട്ടേ ഉള്ളൂ. വയ്ക്കലാണ് ഓടി അയ്യപ്പ ഷായി, എന്താ ഞാൻ നിന്നെ ഉപദേശിക്കാൻ വന്നത്. എനിക്ക് നിന്നെ ഉപദേശിക്കണം. പറ്റിപ്പോയതേ ജില്ലാ സെക്രട്ടറി കുടിക്കാൻ പാടില്ല. കുടിക്കാൻ പാടില്ല. കുടിക്കുവാണ്. ഞാൻ കുടിക്കില്ല, നീ കുടി. ഞാൻ കുടിക്കും. കുടിയടാ, മൊത്തം ഒന്ന് കുടിക്കണം. എടാ ഞാൻ അത് കണ്ട, ഇല്ലാതെ ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചാണെന്ന്. നിന്റെ കൂടി ഞാനൊന്ന് നിർത്തും. എന്നിട്ട് ഈ കൂടി അയ്യപ്പൻ ഇനി ഉറക്കമുള്ള തന്നെ നീ ഇനി മേല കൂടി അയ്യപ്പൻ എന്തൊരു സാധനം ഇത്? പുല്ല് റംബാദാനല്ല പുല്ല്. നിന്നെ ഞാൻ ഇന്ന് കൂടി നിർത്തോളാം. അയ്യപ്പൻ കുടിച്ചു. ചായത കൂടി നിർത്താൻ വേണ്ടി കൂടി അയ്യപ്പൻ ഞാൻ പോയി ഒരു പെട്ടി വാങ്ങിച്ചിട്ട് വരാം. നീ ഇവിടെ എന്ത് പോടാ. എന്റെ അച്ഛന്റെ കുടിമാറ്റാൻ വന്നിരുന്നിട്ട് മാമൻ കിടക്കണ കിടപ്പ്.